2026 വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ വൃശ്ചികക്കൂറ് പൊതുവായ ഫലങ്ങൾ താഴെ നൽകുന്നു. 2026 പ്രധാനമായും ശനി 4-ാം ഭാവത്തിലും അർദ്ധാഷ്ടമ ശനി, വ്യാഴം 9, 10 ഭാവങ്ങളിലായും സഞ്ചരിക്കുന്ന സമയമാണ്. 1. വിശാഖം. വിശാഖം 4-ൽ-1 വൃശ്ചികക്കൂറ്. വിശാഖം നക്ഷത്രക്കാർക്ക് മിശ്രഫലമായ ഒരു വർഷമായിരിക്കും 2026. കരിയർ. ജോലിയിൽ ചില സമ്മർദ്ദങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എങ്കിലും വർഷത്തിന്റെ പകുതിയോടെ പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. സാമ്പത്തികം. വരവിനേക്കാൾ ചിലവ് കൂടാൻ സാധ്യതയുള്ളതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ആരോഗ്യം. ഉദരസംബന്ധമായ അസുഖങ്ങൾ ശ്രദ്ധിക്കണം. കൃത്യമായ ഭക്ഷണരീതി പിന്തുടരുന്നത് നന്നായിരിക്കും. കുടുംബം. കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും വിട്ടുവീഴ്ചാ മനോഭാവം സമാധാനം നിലനിർത്തും. 2. അനിഴം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വർഷം കാര്യങ്ങൾ അല്പം പതുക്കെ മാത്രമേ നടക്കുകയുള്ളൂ. ക്ഷമ അത്യാവശ്യമാണ്. കരിയർ. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകാം. സാമ്പത്തികം. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം. ആരോഗ്യം. സന്ധിവേദനയോ കാലുകൾക്കോ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. കുടുംബം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. 3. തൃക്കേട്ട. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 ആത്മവിശ്വാസം വർദ്ധിക്കുന്ന വർഷമായിരിക്കും. കരിയർ. തൊഴിൽ രംഗത്ത് മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളിത്തങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പുതിയ വാഹനം വാങ്ങാനോ വീട് പണി പൂർത്തിയാക്കാനോ സാധിക്കും. ആരോഗ്യം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് ഗുണകരമാകും. കുടുംബം. ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. പൊതുവായ ശ്രദ്ധയ്ക്ക്. ഈ 3 നക്ഷത്രക്കാരും വൃശ്ചികക്കൂറിൽ വരുന്നതിനാൽ അർദ്ധാഷ്ടമ ശനിയുടെ സ്വാധീനമുണ്ട്. അതിനാൽ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാനെയോ ഭജിക്കുന്നത് ഗുണകരമാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെ ഉപദേശം തേടുക. ശ്രദ്ധിക്കുക, ഇത് പൊതുവായ ഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. നിങ്ങളുടെ ജാതകമനുസരിച്ചുള്ള കൂടുതൽ കൃത്യമായ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മേഖലയെ, ഉദാഹരണത്തിന് വിവാഹം, പഠനം കുറിച്ച് അറിയണോ?